ആദ്യം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് ജയിച്ച് പ്രസിഡന്റ്. ഇപ്പോഴും കോടതിയിൽ ആ കേസ് നടക്കുന്നുമുണ്ട്. ലാത്തി ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്തിനെ സഹായിക്കാൻ ചികിത്സാ സഹായ നിധി കൊണ്ടുവന്നു. എന്നിട്ട് പിരിവ് നടത്തി തുക കൈമാറിയെന്നും പറഞ്ഞു. എന്നാൽ തുക എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് മേഘാ രഞ്ജിത്ത് തന്നെ രംഗത്ത് വന്നു. അപ്പോഴാണ് പിരിവ് കിട്ടിയ പൈസയിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ വെട്ടിച്ചു എന്ന സത്യം പുറത്തായത്. അവസാനം സ്വന്തം ജില്ലാ നേതാവിനെ വരെ തള്ളിപ്പറഞ്ഞു. പിന്നീട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്നൊരു വ്യാജ പ്രഖ്യാപനം അങ്ങ് നടത്തി. എന്നിട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വഴിയും അല്ലാതെയും പിരിവ് നടത്തി. അതിലും ഫണ്ട് മുക്കി. സംഭവം പുറത്തായപ്പോൾ കുറേ കടലാസും കൊണ്ടുവന്നു, ഇതാണ് ആ രേഖ എന്ന രീതിയിൽ വീണ്ടും ഓരോ കള്ളത്തരങ്ങൾ ഇറക്കാൻ തുടങ്ങി. ഇങ്ങനെ തുടരെയുള്ള വ്യാജ പ്രഖ്യാപനങ്ങളിലും പ്രസ്താവനകളിലും നിറഞ്ഞു നിൽക്കാൻ പ്രത്യേക കഴിവുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുതിയ പെരുന്നുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിപ്പ വന്നവരെല്ലാം മരിച്ചെന്നാണ് MLA-യുടെ വ്യാജ പ്രചാരണം. ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? ഇനി വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ 2018 മെയ്യിലാണ് കേരളത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തതും നമ്മുടെ സംസ്ഥാനത്താണ്. കോഴിക്കോട്ടും മലപ്പുറത്തുമായിരുന്നു അന്ന് നിപ്പ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായത്. പേരാമ്പ്ര ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ സാബിത്ത് എന്ന യുവാവ് മെയ് 5-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. പനി ബാധിച്ചാണ് ഈ യുവാവ് മെഡിക്കൽ കോളേജിലെത്തിയത്. പിന്നീട് തലച്ചോറിൽ അണുബാധയെ തുടർന്നാണ് മരണമുണ്ടായത്. പിന്നീട് സാബിത്തിന്റെ സഹോദരനും സമാനമായ ലക്ഷണങ്ങളുണ്ടായി. പിറകെ ബന്ധുവിനും രോഗബാധയുണ്ടായി, പിതാവിനും ഉണ്ടായി. അങ്ങനെയാണ് നിപ്പ എന്ന സംശയം ഉയരുന്നതും അത് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അതീവ ജാഗ്രതയിലായിരുന്നു കേരളം. പിന്നീട് നമ്മൾ കണ്ടത് അങ്ങേയറ്റം ഉണർവോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനത്തെയാണ്. സർക്കാരും ആരോഗ്യവകുപ്പും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഫലമാണ് ജൂലൈ 1-ന് നടന്ന നിപ്പ വിമുക്ത പ്രഖ്യാപനം. പേരാമ്പ്ര ആശുപത്രിയിലെ സിസ്റ്റർ ലിനയുടെ മരണം കേരളം അങ്ങനെയൊന്നും മറക്കാനിടയില്ല. രോഗിയെ സഹായിക്കുന്നവർ രോഗബാധിതരാകുന്നതും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നമ്മളന്ന് കണ്ടു. അങ്ങനെയാണ് വൈറസ് ബാധിച്ച 2 പേരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത്. മെഡിക്കൽ കോളേജിലെ നഴ്സ് കൂടിയായ അജന്യയും രൂപേഷ് എന്ന യുവാവും 2018-ൽ രോഗവിമുക്തരായവരാണ്. അത് കഴിഞ്ഞ് 1 വർഷത്തിനിപ്പുറം 2019-ൽ വീണ്ടും കൊച്ചിയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തു. 23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് അന്ന് രോഗം ബാധിച്ചത്. ആ കേസിനെയും സധൈര്യം നേരിടാൻ നമുക്കായിട്ടുണ്ട്. തുടർന്ന് ആ വിദ്യാർത്ഥിയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പിന്നീട് 2025 മെയ്യിൽ മലപ്പുറത്തും നിപ്പ റിപ്പോർട്ട് ചെയ്തു. 42 വയസ്സുള്ള സ്ത്രീയാണ് അന്ന് വൈറസ് ബാധിച്ചത്. അവരും രോഗം മാറി ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇപ്പോഴത്തെ നുണ നിപ്പ വന്നവരെല്ലാവരും മരിച്ചുവെന്നാണ്. കേരളം ഒന്നിച്ച് കെട്ടുറപ്പോടെ നേരിട്ട ഒരു വ്യാധിയുടെ പേരിൽ വരെ ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പടച്ചുവിടുന്നതായി നമുക്കിതിനെ കാണാനാവൂ. ആശാന്റെ സ്വഭാവം നാട്ടുകാർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ജനം ഈ വ്യാജ പ്രചാരണത്തെയും തള്ളിക്കളയും. അങ്ങനെ പാലക്കാട് MLA-യുടെ വ്യാജങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റിൽ അടുത്തൊരു നുണ കൂടി. അത്രയേ ഉള്ളൂ.